ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് UPI കുറിച്ചാണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നുള്ള UPI കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ബാങ്കിങ്ങിലെ റീസെൻറ്റ് ടെക്നോളജീസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UPI കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി ഇതിൻ്റെ ഫുൾ ഫോം തന്നെ ആദ്യം നമുക്ക് പഠിക്കാം. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നുള്ളതാണ് UPI. UPIയുടെ ഫുൾ ഫോം ചോദിക്കും. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 2016 UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഈസ് എ സിസ്റ്റം ദാറ്റ് പവർ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഇൻ ടു എ സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ. അതായത് ഒരു സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് UPI. മെർജിങ് സെവറൽ ബാങ്കിങ് ഫീച്ചേഴ്സ്, സീംലെസ് ഫണ്ട് റൂട്ടിംഗ് ആൻഡ് മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സ് ഇൻ ടു വൺ പ്ലേസ്. അതായത് ഇത്തരത്തിലുള്ള സീംലെസ് ആയിട്ടുള്ള ഫണ്ട് റൂട്ടിംഗ് അതുപോലെ മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സ് ഒക്കെ UPI ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ UPI ടെക്നോളജി വഴി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിന് ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് UPI. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. വിത്ത് ദി എബവ് കോണ്ടെക്സ്റ്റ് ഇൻ മൈൻഡ്, NBCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ടഡ് എ പൈലറ്റ് ലോഞ്ച് വിത്ത് 21 മെമ്പർ ബാങ്ക്. 21 മെമ്പർ ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഇതൊരു പൈലറ്റ് ലോഞ്ച് നടത്തി. അത് നടന്നത് 2016 ഏപ്രിൽ 11 2016 ഏപ്രിൽ 11 അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഡോക്ടർ രഘുറാം രാജൻ്റെ നേതൃത്വത്തിൽ മുംബൈയിലാണ് ആദ്യമായിട്ട് ഇത് പൈലറ്റ് ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ട്രയൽ റൺ നടത്തിയത് 2016 ഏപ്രിൽ 11. അതിനുശേഷം ഇത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത് 2016 ഓഗസ്റ്റ് 25 മുതലാണ്. ബാങ്ക് ഹാവ് സ്റ്റാർട്ടഡ് ടു അപ്ലോഡ് ദെയർ UPI എനേബിൾഡ് ആപ്സ് ഓൺ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഫ്രം 25 ഓഗസ്റ്റ് 2016. 2016 ഓഗസ്റ്റ് 25 മുതലാണ് ഇത് UPI ആപ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുകയും തുടർന്ന് ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ശരിക്കും ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ പൈലറ്റ് ലോഞ്ച് ചെയ്തത് 2016 ഏപ്രിൽ 11 ഏറ്റവും പ്രധാനപ്പെട്ടത് 2016 എന്നുള്ള വർഷമാണ്. 2016 UPI ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. സിമ്പിൾ ആൻഡ് സെക്യൂർ ആണ്. ബൈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ആദ്യമായിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വെരിഫിക്കേഷൻ, അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും ഇതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മൊബൈൽ നമ്പർ ഓർ UPI ID, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു UPI ആപ്പ് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിന് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ UPI ID ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് നമ്പർ അറിയാമെങ്കിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡും ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡീറ്റെയിൽസും അറിയാമെങ്കിൽ നമുക്ക് ആ രീതിയിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ UPI ആപ്പുകളുടെ പ്രത്യേകത. അതുപോലെ തന്നെ UPI വാസ് ഡെവലപ്ഡ് ബൈ NBCI ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI ആൻഡ് IBI. അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് RBI അതുപോലെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ BEAM, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി, ഈസ് എ മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഡിസൈൻഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻ 2016. 2016 NBCI ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് BEAM. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. ഇടയ്ക്ക് എക്സാമിനൊക്കെ വരാറുള്ളതാണ് BEAMൻ്റെ ഫുൾ ഫോമാണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി എന്നുള്ളതാണ് BEAMൻ്റെ ഫുൾ ഫോം. BEAM ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആരാണ്? അത് NBCI ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. 2016 ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സീറോ ചാർജ് ഫ്രെയിം വർക്ക് ഫോർ യൂസേഴ്സ്. ചാർജസ് ഫോർ UPI കറൻ്റ്ലി നോ ചാർജസ്. ഇപ്പം നിലവിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചാർജസ് ഒന്നും UPI ഈടാക്കുന്നില്ല. അതുകൊണ്ട് സീറോ ചാർജ് ഫ്രെയിം വർക്ക് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ നിലവിൽ മൊബൈൽ റീചാർജിനൊക്കെ നിലവിൽ പല UPI ആപ്പുകളും ചാർജ് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ അധികം വൈകാതെ തന്നെ UPI ട്രാൻസാക്ഷൻസിന് ചാർജസ് ഈടാക്കി തുടങ്ങും. നിലവിൽ ചാർജസ് ഒന്നുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ UPI ആപ്പുകളുടെ എക്സാമ്പിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്.
കുറച്ചെണ്ണം നിങ്ങളെ പരിചയപ്പെടുത്താം. ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ, ആമസോൺ പേ, ഭീം, പേടിഎം തുടങ്ങിയവയൊക്കെയാണ് UPI ആപ്പുകളുടെ എക്സാമ്പിൾസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് ഇത് ഏത് തരം ആപ്പുകൾക്ക് ഉദാഹരണമാണെന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇതൊന്ന് നിങ്ങൾ ഓരോ എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ മിനിമം എമൗണ്ട് ഓഫ് ട്രാൻസ്ഫർ, നോ മിനിമം ലിമിറ്റ് എന്നുള്ളതാണ്. ഒരു പൈസ കണക്കിന് വരെ നമുക്ക് മിനിമം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് നോ ലിമിറ്റ് ആണ്, മിനിമം നോ ലിമിറ്റ് ആണ്. അത് മാക്സിമം എമൗണ്ട് ഫോർ UPI പെർ ഡേ ഈസ് ₹1 lakh. 1,00,000 രൂപ വരെയാണ് മാക്സിമം ഒരു 24 hours UPI ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ UPI ആപ്പ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 1 lakh പെർ ഡേ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് കൺട്രി ടു അഡോപ്റ്റ് ഇന്ത്യസ് UPI സിസ്റ്റം ഈസ് നേപ്പാൾ. ഇന്ത്യയിലെ UPI സിസ്റ്റം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം നേപ്പാളാണ്. ഇന്ത്യയുടെ UPI സിസ്റ്റം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത നമ്മുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ UPI സിസ്റ്റത്തെക്കുറിച്ചാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.